ഇത് ഡോക്ടർ ജേക്കബ് സാംസൺ. കവിത, കഥ, ബാലസാഹിത്യം, ഹാസ്യസാഹിത്യം, നാടകം, ലേഖനം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന 49 പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ജനപ്രിയ പരിപാടിയായ കണ്ടതും കേട്ടതും ഉൾപ്പെടെ നിരവധി റേഡിയോ പ്രോഗ്രാമുകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ മികവുറ്റ സംഭാവനകൾ കണക്കിലെടുത്ത് കൺകോർഡിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി 2020 ഓണററി ഡോക്ടറേറ്റ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിലൂടെ ഡോക്ടർ ജേക്കബ് സാംസൺ മനസ്സു തുറക്കുന്നു. കർത്താവിൽ പ്രിയരെ, മനോഹരമായ ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിന് ഇങ്ങനെ ഒരവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എത്ര സ്വാധീനം ചെലുത്തി, ഞാനറിഞ്ഞ ക്രിസ്തു ആരാണ്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഈ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ കടന്നുപോയ ചിന്തകൾ. ലോകത്തിൻ്റെ 30% വരുന്ന ആളുകൾ ക്രിസ്തുമത വിശ്വാസികളാണ്. അത്രമാത്രം ആളുകൾ ക്രിസ്തുമത വിശ്വാസികൾ ആകണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുകയും മനുഷ്യരുടെ സകല പാപങ്ങൾക്കും യാഗമായി ബലിയായി കുരിശിൽ മരിക്കുകയും എല്ലാവർക്കും രക്ഷ പകർന്നുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത്രയും പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് എല്ലാവരുടെയും അനുഭവമായി തീരുന്നത് കൊണ്ടാണ് ആ വിശ്വാസത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. ഇത് സമൂഹത്തിന് തന്നെ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ക്രിസ്തു ഒരു സാധാരണ ഒരു ആളെപ്പോലെ ചിലരൊക്കെ പറയാറുണ്ട്. എന്നങ്ങനെയല്ല. യേശു ക്രിസ്തു കാലഘട്ടത്തെ തന്നെ രണ്ടായിട്ട് വേർതിരിച്ച ആളാണ്. യേശുവിന് മുമ്പ് ഒന്നും യേശുവിന് മുമ്പ് ഒന്നും രണ്ട് കാലഘട്ടമാണ് കാലഘട്ടത്തെ തന്നെ വേർതിരിക്കുന്നത്. സമൂഹത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ സാമൂഹിക മാറ്റമാണ്. മൃഗബലിയും നരബലിയും ഒക്കെ അപ്രസക്തമായി തീർന്നത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി, മതാചാരത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തീരുമാനിക്കപ്പെട്ടത് യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനിയൊരു ബലിയുടെ ആവശ്യമില്ല എന്ന് ക്രിസ്തുമതം തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിന് ശേഷം മൃഗബലിയും നരബലിയുമൊക്കെ ലോകത്തിലെ 30% ആളുകൾ മതപരമായിട്ട് നിരോധിച്ചു എന്നുള്ളത് ഒരു വലിയ സാമൂഹ്യ മാറ്റമാണ്. ആ സാമൂഹ്യ മാറ്റം മറ്റു മതങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും വന്നിട്ടുണ്ട്. അത് ഞാനിത് ലൗകികമായ ഒരു സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചുകൂടെ പറയുകയാണ്. അതും നമ്മൾ ചിന്തിച്ചു പോകേണ്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു മനുഷ്യനെന്നുള്ള നിലയിലുള്ള ഒരു ജനനവും ജീവിതവും മരണവും ദൈവികമായ ഉയർത്തെഴുന്നേൽപ്പുമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് വളരെ ആഹ്ലാദകരമായി നമ്മൾ പാട്ടുപാടി യേശുക്രിസ്തു ക്രിസ്മസ് കാരോളൊക്കെ പാടി നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് യേശുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് വരുന്ന ഒരു പറ്റം പടയാളികൾക്കിടയിലൂടെ യേശു രക്ഷപ്പെട്ടു വരുന്ന ഒരു ചിത്രമാണ് ക്രിസ്മസിലേക്ക് വരുന്നത്. അപ്പോഴും സമാധാനത്തെക്കുറിച്ച് ഉള്ള സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ഒരു വാചകമാണ് അവിടെ പറയുന്നത്. എല്ലാവർക്കും സമാധാനം എന്നല്ല, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ അവന് സന്മനസ്സുണ്ടാവണം. സന്മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. എത്രമാത്രം പണമുണ്ടെങ്കിലും എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും എത്രമാത്രം അധികാരങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യന് സമാധാനം കിട്ടണമെന്നില്ല. മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ അവന് സന്മനസ്സുണ്ടായിരിക്കണം. സന്മനസ്സുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് സമാധാനം. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ്. സമാധാനം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവർക്കും സന്മനസ് ഉണ്ടാവണം എന്ന് തന്നെയാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം. സന്മനസ്സുള്ളവർക്ക് മാത്രമേ വാസ്തവത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു
ചിന്തയും ക്രിസ്മസിൻ്റെ സന്ദേശത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ കണ്ടെത്തൽ. മനുഷ്യന് പണത്തിനു വേണ്ടി, അധികാരത്തിന് വേണ്ടി ഉള്ള മത്സരങ്ങളിലാണ് മനുഷ്യരെല്ലാം. പക്ഷേ പണം കൊണ്ടും അധികാരം കൊണ്ടും ഒന്നും ആരും സമാധാനം സ്വന്തമാക്കിയിട്ടില്ല. എന്നാൽ സന്മനസ്സുള്ള ആളുകൾ വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു. എനിക്ക് ഒരു ചെറിയൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു ധനികനായ മനുഷ്യൻ, അയാൾ ഒരു സമാധാനവും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലപ്പുറത്തിൻ്റെ വരാന്തയിൽ കൂടെ ഇങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്. ഒരു സമാധാനമില്ല, ഉറങ്ങാനും പറ്റുന്നില്ല, ഉണ്ണാനും പറ്റുന്നില്ല, സമ്പത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ ഇരുന്ന് ഒരു ഗുരുവിനോട് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഇത് മാത്രമല്ല, ഇയാളുടെ ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറയുന്നത്, തൊട്ടടുത്ത വീട്ടിലൊരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. അവന് ഒന്നുമില്ല, അവൻ്റെ വരാന്തയിൽ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, അവനൊരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ട് അവൻ കിടന്നുറങ്ങുന്നു. രാവിലെ അവൻ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, അവൻ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഇയാൾക്ക് രാത്രി ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിൻ്റെ പ്രശ്നം അതാണല്ലേ, അത് ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ നാളെ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു 100 സ്വർണ്ണ നാണയത്തിൻ്റെ ഒരു കിഴിയെടുത്ത് കെട്ടി അവൻ കിടക്കുന്നിടത്ത് കൊണ്ട് വെച്ചിട്ട്, ഇത് നിനക്ക് ദൈവം തന്നതാണ്, നീ ഇഷ്ടം പോലെ ഉപയോഗിച്ചുള്ളൂ എന്നൊരു ചെറിയൊരു കുറിപ്പും കൂടെ എഴുതി വെച്ചോളാൻ പറഞ്ഞു. ഇയാൾ അങ്ങനെ ചെയ്തു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഈ പാവപ്പെട്ടവൻ ഉണർന്നപ്പോഴത്തേക്കും സ്വർണ്ണ നാണയങ്ങളുടെ ഒരു കിഴിയാണ് കണ്ടത്. അത് കണ്ടതോടുകൂടി അവൻ്റെ സമാധാനം പോയി. ഇത് എവിടെ സൂക്ഷിച്ച് വയ്ക്കണമെന്നുള്ളതായി ഒന്നാമത്തെ പ്രശ്നം. ഇതുകൊണ്ട് ചിലവാക്കാൻ കൊണ്ടുപോയാൽ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. അതിനുത്തരം പറയണം. ഇത് കൂടെ കൊണ്ടു കിടക്കാനമ്മ എവിടെയെങ്കിലും രാത്രി അത് വെച്ചിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവൻ അന്ന് മുതൽ ഉറക്കമില്ലാത്തവനും സമാധാനമില്ലാത്തവനുമായി തീർന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം ഇയാളെ പോലെ തന്നെ അയാളും ഉറങ്ങാതെ, ഈ പാവപ്പെട്ടവനും ഉറങ്ങാതെ ഈ പണക്കിഴിയും കൊണ്ട് ഒരിടത്ത് മാറ്റി വയ്ക്കും, പിന്നെ വേറൊരിടത്ത് മാറ്റി വയ്ക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ കഥ വളരെ ഒരു ചെറിയൊരു തമാശ പോലെ പറയുന്നെങ്കിലും ഈ കഥയിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യന് സമ്പത്ത് കൂടുമ്പം അവൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. സമ്പത്ത് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു, അധികാരം മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഈ അധികാരത്തിന് വേണ്ടിയാണല്ലോ യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്ന അധികാരത്തിന് വേണ്ടിയാണ്. അധികാരം പിടിച്ചെടുക്കുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് യേശുവിനെ കൊല്ലാനായിട്ട്, ക്രൂശിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടാണോ? അല്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. പക്ഷേ അവർക്കൊരു തോന്നലുണ്ടായി, ഇത്രയും ആളുകൾ യേശുവിൻ്റെ പിന്നാലെ കൂടുമ്പോഴത്തേക്കും യേശുക്രിസ്തു രാജ്യം പിടിച്ചെടുക്കും, ഇവരുടെ അധികാരമൊക്കെ പോവും, പള്ളിയുടെ പ്രമാണിത്വം പോവും, രാജ്യത്തിൻ്റെ അധികാരം യേശുവിൻ്റെ കയ്യിലാവും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് അവരെ യേശുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ പുരോഹിതന്മാരെയും ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെയും അധികാര മത്സരമാണ്. അതിലെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഭയങ്കരമായ ഒരു എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അവസ്ഥയാണ് ഈ ബൈബിളിൽ വായിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ അധികാരികളൊന്നും തന്നെ സമാധാനമായിട്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയതായിട്ടും ബൈബിളിൽ കാണുന്നില്ല, ഒരിടവും കാണുന്നില്ല, നമ്മുടെ ചുറ്റും കാണുന്നില്ല. ഒരു മനുഷ്യനും, അധികാരമുള്ള ഒരു മനുഷ്യനും സമാധാനമായിട്ട് ഉറങ്ങുകയോ അവരുടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അധികാരത്തിന് പിന്നിലാണ് ആളുകൾ എല്ലാവരും ഇങ്ങനെ പരക്കം പായുന്നത്. ഒരിക്കൽ ഒരു ചെറിയൊരു, എല്ലാവരുടെയും പിന്നിൽ അധികാരവും സമ്പത്തും ആരുടെ കയ്യിലുണ്ടോ അവരുടെ പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. ഒരു ചെറിയൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു കാക്കയ്ക്ക് ഒരു നല്ലൊരു ചെറിയൊരു അപ്പക്കഷ്ണവും കൊണ്ട് ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. പറന്നുപോയി കുറച്ച് ദൂരം പറന്നു നോക്കിയപ്പോൾ കാണാം കുറേ കാക്കകളെല്ലാം ഈ കാക്കയുടെ പിന്നാലെ ഇങ്ങനെ വരുന്നു. അപ്പോൾ കാക്ക തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഇത്രമാത്രം അനുയായികളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാക്ക വളരെ ഉത്സാഹമായിട്ട് പുറകെ വരുന്നവർക്കെല്ലാം കൂടെ വരാനുള്ള സമയമൊക്കെ കൊടുത്ത് അങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ കാക്കയുടെ കാലിൽ എടുത്തു വെച്ചിരുന്ന അപ്പക്കഷ്ണം താഴോട്ട് പോയി. അപ്പക്കഷ്ണം താഴോട്ട് പോയപ്പോൾ പിന്നാലെ വന്ന കാക്കകളെല്ലാം അപ്പക്കഷ്ണത്തിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ കാക്കയ്ക്ക് മനസ്സിലായി ഇവരെല്ലാം പിന്നാലെ വന്നത് അപ്പക്കഷ്ണത്തിന് വേണ്ടിയായിരുന്നു, അല്ലാതെ ഇവരുടെ അനുയായി ആയതുകൊണ്ടല്ല പിന്നാലെ വന്നത് എന്ന് കാക്കയ്ക്ക് ആദ്യമായി മനസ്സിലായി. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ആളുകളെ അനുഗമിക്കുന്നവരെല്ലാം അനുയായികളല്ല, അവരെല്ലാം
എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ്. യേശുവിനെ കാണാൻ വന്നവരിലും യഥാർത്ഥത്തിൽ യേശുവിനെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടവർ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലരവരുടെ രോഗശാന്തിക്ക് വേണ്ടി വന്നവരായിരിക്കാം, ചിലർ ഒരു ഈ പറഞ്ഞതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചല്ലോ, അപ്പോൾ അപ്പങ്ങൾ കിട്ടാൻ വേണ്ടി വന്നവരായിരിക്കാം, പ്രസംഗങ്ങൾ കേൾക്കുന്നതിൻ്റെ രസം കൊണ്ട് വന്നവരായിരിക്കും, ആൾക്കൂട്ടത്തിൻ്റെ വന്നവരായിരിക്കും. എത്രമാത്രം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഈ 5 അപ്പം കഴിച്ചിട്ട് പോയ 5000 പേരിൽ ഒരുത്തനെ പോലും ആ പ്രദേശത്തെങ്ങും കണ്ടില്ല. ഒരാളും വന്നില്ല. ഈ 5000 പേരൊന്നിച്ച് വന്ന് യേശുവിനെ ക്രൂശിക്കരുത് എന്ന് പറയാമെങ്കിൽ ക്രൂശിക്കാൻ പറ്റില്ല. പക്ഷേ ഈ 5000-ൽ ആരും വന്നില്ല. എല്ലാവരും അധികാരത്തെ ഭയപ്പെട്ടും അവർക്ക് നമ്മൾ അതിൻ്റെ ഒട്ടി ചെന്ന് തലവെച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പത്രോസ് പോലും 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു. യൂദാസ് ഒറ്റി കൊടുത്തു. ഇങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്നവർ തന്നെ യേശുവിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയോ, മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പോലും തോമാസ് പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല, വിരലിട്ട് നോക്കണം ആണിപ്പാടിലൂടെ മുറിവ് ഉണ്ടോയെന്ന്, അത്ര മാത്രം കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ തോമാസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശിഷ്യഗണങ്ങൾ പോലും യേശുവിനെ അവസാനം വരെ എത്രത്തോളം പിൻപറ്റി എന്നുള്ളത് ആഴത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, അവൻ ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ്റെ കൂടെ അത്രയും കാലവും അവൻ്റെ എല്ലാ നന്മകളും അനുഭവിച്ച് അവൻ്റെ അനുയായികളെ പോലെ കൂടെ വന്ന ആളുകളിൽ ആരും തന്നെ അവൻ്റെ കൂടെ കാണൂല. എന്നാൽ അവനെ ക്രൂശിക്കുന്ന കാണാനായിട്ട് ഒരുപാട് പേര് കാണും. അവനെ ക്രൂശിക്കുന്നത് കാണാനും സന്തോഷിക്കാനും അതിൻ്റെ ചുറ്റും നിന്ന് അവനെ ക്രൂശിക്കാനും ആക്രോശിക്കാനും വരെ ആളുകളുണ്ടാവും. പക്ഷേ അതുവരെയും കൂടെ നിന്ന ആളുകൾ ആ സമയത്ത് ഉണ്ടായിട്ടില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രൂശീകരണത്തിൻ്റെ അനുഭവമാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നത്. വാസ്തവത്തിൽ ക്രൂശീകരണത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും മനസ്സിലാക്കിയാൽ ശരിക്കും ഒരിക്കലും ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പോലും വേണ്ടിയില്ല ക്രൂശിക്കപ്പെടാതിരുന്നാൽ മതി എന്നേ തോന്നുള്ളൂ. എന്നെ ക്രൂശിക്കേണ്ട, എനിക്ക് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിലും വേണ്ടിയില്ല, എന്നെ ക്രൂശിക്കേണ്ടെന്നേ പറയുള്ളൂ. കാരണം ക്രൂശീകരണത്തിൻ്റെ നൊമ്പരം എന്ന് പറയുന്ന ഒരു മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ പരമാവധിയുടെയും അപ്പുറമാണ്. അത്രയും വലിയ വേദനകളിലൂടെയാണ് യേശു ക്രിസ്തു കടന്നുപോയത്. ആ സമയത്തും യേശു എന്ത് ചെയ്ത്, തനിക്കെതിരെ ഒരു മനുഷ്യനെ യേശു ചീത്ത വിളിച്ചില്ല, ഒരു മനുഷ്യനോടും യാതൊരു നീരസവും കാണിച്ചില്ല. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് പൊറുക്കണമേ എന്ന് അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുകയുമാണ് യേശു ചെയ്തത്. ആ വേദനകളുടെ പരമാവധിയിലും യേശു നമുക്ക് നൽകിയിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ക്രൂശീകരണ ജീവിതത്തിൻ്റെ ഓരോ അളവിൽ, ചെറിയ അളവിലായാലും വലിയ അളവിലായാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രൂശീകരണത്തിൻ്റെയും ഒറ്റപ്പെടത്തിൻ്റെയും വേദനയുടെയും മുറിവുകളുടെയും മുറിപ്പാടുകളുടെയും ധാരാളം അനുഭവങ്ങളുണ്ടാകും. കൂടെ നിന്നവർ നമ്മളെ വിട്ടുകൊടുത്തെന്നിരിക്കും, കൂടെ നടന്നവർ നമ്മളെ തള്ളിപ്പറഞ്ഞെന്നിരിക്കും, ഒപ്പം നിന്നവരെല്ലാം നമ്മളെ ഒഴിവാക്കി പോയെന്നിരിക്കും, നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ശത്രുക്കൾ നമ്മളെ ആക്രമിച്ചിരുന്നിരിക്കും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരുമില്ലെന്ന് തോന്നിയിരിക്കും, നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ വിലപിക്കും. അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങളിലെല്ലാം നമുക്ക് വാസ്തവത്തിൽ ആ അനുഭവങ്ങളെയൊക്കെ നേരിടാൻ നമുക്ക് കരുത്ത് നൽകുന്നത് യേശുവിൻ്റെ ക്രൂശീകരണവും യേശുവിൻ്റെ ജീവിതവും നമ്മളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ്, യേശുവിൻ്റെ നൊമ്പരങ്ങൾ നമ്മൾ ശരിയായി ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ നൊമ്പരങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങുവാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. മനസ്സിലൂടെ കടന്നുപോയൊരു കഥയെന്ന് പറയുന്നത് മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. ഒരു യാത്രയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 പേര് യാത്ര പോവുകയാണ്. പോകുമ്പോൾ ഒരു വഴിക്ക് അങ്ങനെ അവർ കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ തീരങ്ങളിൽ കൂടെ പോയി. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ബോർഡ് കണ്ടു. ഇങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു ബോർഡ് കണ്ടു. അങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ എന്താണ്, അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം, അങ്ങോട്ട് പോയി. പിന്നെയും അങ്ങോട്ട് പോയി. കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും അവിടെ ഈ കടൽ തീരത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുണ്ട്. എന്നാലും പോയി കളയെന്ന് പറഞ്ഞാൽ അവർ ആ കടൽ തീരത്തേക്ക് പോയി. ആ കടൽ തീരത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കടൽ തീരത്ത് നിന്ന് മണൽ വാരുന്നവനും ദുഃഖിക്കും, മണൽ വാരാത്തവനും ദുഃഖിക്കും. ആ ബോർഡ് കണ്ടപ്പോഴത്തേക്കും 2 പേരും പരസ്പരം നോക്കി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മണൽ വരാം,
മറ്റേ ആൾ പറഞ്ഞു ഞാൻ വാരുന്നില്ല, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്ന് വിചാരിച്ച് രണ്ടുപേരിൽ ഒരാൾ മണൽ വാരി ഒരു ചെറിയ പൊതിയാക്കി കയ്യിൽ വെച്ചു, മറ്റേ ആൾ മണൽ വാരിയില്ല. രണ്ടുപേരും കൂടെ തിരിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞ് തിരിച്ചവരിങ്ങനെ വടക്കോ യാത്രയിൽ അവർ ഒരു സത്രത്തിൽ ചെന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി ഉണർന്നിട്ട് രാവിലെ എണീറ്റ് ഈ മണൽ ഉള്ള പൊതി അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ആ മണലിൻ്റെ സ്ഥാനത്ത് മുഴുവനും സ്വർണ്ണ മണൽത്തരികളായിരുന്നു, മൊത്തം സ്വർണ്ണമായിരുന്നു. അത് കണ്ട ഉടനെ ഈ കുറച്ചെടുത്ത ആൾ പറഞ്ഞു, ഇതെല്ലാം സ്വർണ്ണമാകുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ കൂടുതൽ എടുക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. മറ്റേ ആൾ പറഞ്ഞു, നീ കുറച്ചെങ്കിലും എടുത്തല്ലോ, ഞാൻ ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളും കരയാൻ തുടങ്ങി. മോഹങ്ങളുടെ തീരെ എപ്പോഴും അങ്ങനെയാണ്, നമ്മളെ എപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. മോഹങ്ങളുടെ തീരത്തിലൂടെയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. മോഹങ്ങളെ നമ്മൾ അതിജീവിക്കുകയും നമ്മൾ ശരിക്കും കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളുകയും യേശുവിൻ്റെ പാത പിൻപറ്റുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത്. സന്മനസ്സുള്ളവർക്ക് സന്തോഷം, സമാധാനം ഇതെല്ലാം സന്മനസ്സുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്മനസ്സുള്ളവരായി തീരുക, സകല തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുതിരിഞ്ഞ് നന്മയെ പിൻപറ്റുന്നവരായി തീരുക എന്നുള്ളതാണ് ഈ യേശുവിനെ അടുത്തറിയുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ അനുഭവം എന്നുള്ളതിൽ ഒരുവിധമായ സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ നമ്മൾ ഒരുപാട് ഭാരങ്ങൾ, ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ചുമക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഒരുപാട് ചുമക്കുന്നുണ്ട്. ഈ ഭാരങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പം ദൈവം മുമ്പാകെ ഇറക്കി വയ്ക്കാവുന്ന ഭാരങ്ങളാണ്. എനിക്കൊരു വളരെ രസകരമായ ഒരു ചെറിയ കഥ ഓർമ്മ വരുന്നു. രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടുമുറ്റത്താണ്, അനിയത്തിയും ചേച്ചിയും അനിയനുമാണ്. അങ്ങനെ ഇന്ന് അനിയൻ വളരെ ചെറിയ കുട്ടിയാണ്, ചേച്ചി ശകലം കൂടെ മൂത്തതാണ്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അനിയൻ ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ ഓരോന്നിനായിട്ട് ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരു തമാശയ്ക്കാണ് ചെയ്തത്. പക്ഷേ ഒരു കല്ലേറ് കൊണ്ട് ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയി. ഉടനെ തന്നെ ചേച്ചി പറഞ്ഞു, ഞാനിപ്പം അമ്മയോട് പറഞ്ഞു കൊടുക്കും, ഈ കോഴിക്കുഞ്ഞിനെ നീ കല്ലെറിഞ്ഞ് കൊന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ പറയില്ലേ 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 എന്ന് പറഞ്ഞു. ശരി പറയല്ലേ, സമ്മതിച്ചു. അതിന് പകരമായിട്ട് അമ്മ പിറ്റേ ദിവസം എന്ത് ജോലി പറഞ്ഞാലും, എടാ നീ പോയത് മേടിച്ചോണ്ട് വാ, മുറ്റം തൂക്ക്, എല്ലാം ഈ ചേച്ചി ചെയ്യേണ്ട സകല ജോലിയും അനിയനെ കൊണ്ട് ചെയ്യിക്കും. എന്തെങ്കിലും പറ്റൂലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയും കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പം ഞാൻ കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ദിവസവും ഇവൻ അടിമയെപ്പോലെ എല്ലാ ദിവസവും ഈ ചേച്ചി പറയുന്ന എല്ലാം ചെയ്ത് പാത്രം കഴുകുന്ന സകല ജോലിയും ചെയ്ത് അങ്ങനെ അവസാനം മടുത്ത പമ്പറിച്ച് ഇനി ഇതിന് പകരം എനിക്കിത് സഹിക്കാൻ പറ്റില്ല, ഞാൻ അമ്മയോട് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇവൻ ഒരു ദിവസം അമ്മയെടുത്ത് പറഞ്ഞ, അമ്മയെ ഇങ്ങനെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി, ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കല്ലെടുത്ത് ഇങ്ങനെ എടുത്ത് എറിയായിരുന്നു. എറിഞ്ഞപ്പോഴത്തേക്ക് ഒരു കല്ല് കൊണ്ടാണ് ആ കോഴിക്കുഞ്ഞ് ചത്തുപോയത്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അത്രയുള്ള സാരമില്ല, നീ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പതിവ് പോലെ ചേച്ചി പറഞ്ഞു, പോയി മുറ്റം തൂക്കടാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല, ഞാനിപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, നീ പോയി പറയാൻ പറഞ്ഞു. കാരണം പിന്നെ അവന് പേടിയില്ല, കാരണം അവൻ അമ്മയോട് സത്യം പറഞ്ഞു. ഇനി അവന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുവരെ അപ്പോൾ അവൻ വിചാരിച്ചു, ഇത് അന്നേ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇത്രയും ദിവസം അടിമയെപ്പോലെ ജീവിക്കേണ്ട വല്ല കാര്യവും എനിക്കുണ്ടായിരുന്നോ? ഇത് തന്നെയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ അപ്പോഴപ്പോഴും നമുക്ക് ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റും, പറ്റാത്ത മനുഷ്യരൊന്നുമില്ല. ആ തെറ്റുകളെ നമ്മൾ ഏറ്റുപറയുക, നമ്മൾ പശ്ചാത്തപിക്കുക, ആവർത്തിക്കാതിരിക്കുക. നമുക്ക് ആരും നമ്മളൊന്നും ചെയ്യൂല, ആരും കൊല്ലിയൊന്നുമില്ല. പക്ഷേ നമ്മളത് ആ തെറ്റുകളെ മൂടി വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ സമാധാനമില്ലാത്തവരും ജീവിതഭാരം കൂടുന്നവരുമായിരിക്കും. നമ്മുടെ സഞ്ചിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഭാരങ്ങളുമായിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭാരങ്ങളെ ക്രിസ്തുവിൽ ഇറക്കി വയ്ക്കുക. ചിലതൊക്കെ നമുക്ക് മനുഷ്യരിൽ ഇറക്കി വയ്ക്കാൻ പറ്റും, മനുഷ്യരിൽ ഇറക്കി വയ്ക്കാൻ പറ്റാത്ത സകല ഭാരങ്ങളെ ഏറ്റുവാങ്ങാനാണ് നമുക്ക് ക്രിസ്തു എന്ന നമ്മുടെ സ്നേഹിതനുള്ളത്. നമ്മുടെ സ്നേഹിതനെ, നമ്മുടെ ക്രിസ്തുവിനെ തന്നെ മുമ്പിൽ നമുക്ക് എന്തും വിശ്വസിച്ച് നമ്മുടെ സകല ഭാരങ്ങളെയും ക്രിസ്തുവിൻ്റെ മുമ്പിൽ അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം മുമ്പാകെ പശ്ചാത്തപിക്കുവാനും
ആ തെറ്റുകളിൽ നിന്ന് ദൈവം നമുക്ക് മോചനത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തരും. മോചനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ നിന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ പാപഭാരം, ആ വേദന, ആ നൊമ്പരം, ആ ശ്വാസം മുട്ടൽ അതോടുകൂടി അവൻ തീരുകയാണ്. അവനൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പശ്ചാത്തപിച്ച് പാപം വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു. അവൻ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നു. അവൻ ക്രിസ്തുവിനെ പോലെയാകുന്നു. അവൻ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നു. അവന് യാതൊരുവിധമായ ഭാരവും അവൻ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം എന്നൊന്നില്ല. സകല ഭാരങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാവുന്ന ഭാരങ്ങളേ ഉള്ളൂ. ചിലതൊക്കെ നമ്മുടെ തെറ്റുകളായിരിക്കാം. ആ തെറ്റുകൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ആ ഭാരം നമ്മൾ ഒഴിവാക്കുക. ചിലത് നമ്മുടെ പാപങ്ങളായിരിക്കാം. ആ പാപങ്ങളെ നമ്മൾ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ആ പാപം വിട്ടുതിരിഞ്ഞ് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് സമാധാനത്തിൻ്റേതായിട്ടുള്ള ഒരു വഴി. സന്മനസ്സുണ്ടാവണം, എങ്കിലേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. സന്മനസ്സുണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ നന്മകൾ നമ്മൾ യേശുക്രിസ്തു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് എപ്പോഴും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കൊടുത്തു. അവരുടെ ഗുരുവായിരുന്നിട്ട് പോലും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കൊടുത്തു. അത്രമാത്രം ശുശ്രൂഷ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. എല്ലാവരുടെയും ഗുരുവായിരിക്കുമ്പോഴും എല്ലാവരുടെയും ദാസനെ പോലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് യേശു തയ്യാറായിരുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങൾ യേശു ഇടപെട്ടു. ഒരു കല്യാണ വീട്ടിലെ പ്രശ്നം വീഞ്ഞായിരുന്നു. വീഞ്ഞ് പച്ചവെള്ളത്തിനെ വീഞ്ഞാക്കി ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും സമാധാനം നൽകുകയും ചെയ്തു. ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെന്നോ ആ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നമ്മുടേതായ സഞ്ചാരപഥങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ യേശുവിനെ ഓർക്കണം. യേശുവിനെ ഓർത്ത് എപ്പോഴും എളിമയുള്ളവരായും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ താഴ്മയോടുകൂടി ഇടപെടുകയും മറ്റുള്ളവരുടെ ശുശ്രൂഷകരാകാനും അവരുടെ അധികാരിയാകാൻ ശ്രമിക്കാതെ, അവരുടെ യജമാനനാവാൻ ശ്രമിക്കാതെ, വലിയ സ്ഥാനങ്ങൾ നൽകിയാലും വലിയ പദവികൾ നൽകിയാലും അധികാരങ്ങൾ നൽകിയാലും അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള നല്ല അവസരം ദൈവം തന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടി ആ അവസരങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നന്മയുണ്ടാകും. അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ദൈവം അവർക്ക് സമാധാനം നൽകും. സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് സമാധാനം കിട്ടും. അവർക്ക് സന്മനസ്സുള്ളവർക്കേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സമാധാനമുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ പടുത്തുയർത്താനായിട്ട് യേശുവിനെ പിൻപറ്റുക അല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഇത്രയും ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് യേശുവിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. യേശു അവരുടെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിച്ചതുകൊണ്ടാണ്. യേശു അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതുകൊണ്ടാണ്. യേശു അവരുടെ രക്ഷകനായി തീർന്നതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖകരവും ക്ലേശകരവുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും എനിക്ക് ആശ്വാസം നൽകിയത് യേശുവിൻ്റെ സ്നേഹമുള്ള വാക്കുകളാണ്, കരങ്ങളാണ്. ജീവിതത്തെ വഴി നടത്തുന്നത്, ഓരോ ദിവസവും എന്നെ വഴി നടത്തുന്നത് യേശുവിൻ്റെ സ്നേഹവും നന്മയും കരുണയും മാത്രമാണ്. ഒരിക്കലും ഒരമ്മ ദൂരെ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മകന് ഒരു ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, ദിവസവും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവൂ എന്ന് വളരെ കർശനമായിട്ട് പറഞ്ഞു. എല്ലാം അവൻ സമ്മതിച്ചിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നപ്പോഴത്തേക്കൊക്കെ കൂട്ടും കൂടി അങ്ങനെ നടന്നപ്പോൾ പിന്നെ ബൈബിൾ വായിക്കാനോ ബൈബിൾ തുറക്കാനോ ഒന്നും നേരം കിട്ടിയിട്ടില്ല. 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പൈസയൊക്കെ തീർന്ന ഉടനെ അമ്മയ്ക്ക് കത്തെഴുതി. പൈസയ്ക്ക് വളരെ അത്യാവശ്യമാണ്, ഒരു നിവൃത്തിയിൽ ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കണം, പുസ്തകങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇത്രയും രൂപ അത്യാവശ്യമായിട്ട് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു എഴുത്തെഴുതി. ഉടനെ അമ്മയുടെ മറുപടി, നീ ബൈബിൾ വായിക്കുന്നില്ലേ മോനെ എന്ന് ചോദിച്ചു. ഉടനെ വീണ്ടും അവൻ്റെ ദേഷ്യം വന്നു. പൈസ ചോദിച്ചപ്പോൾ ബൈബിൾ വായിക്കുന്നില്ലെന്നല്ലേ ചോദിക്കുന്നു. അവന് ദേഷ്യം വന്നാലും പറഞ്ഞ്, ഞാൻ ബൈബിളൊക്കെ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഇവരെന്നെ ഇറക്കി വിടും, ഹോസ്റ്റലിൽ നിന്ന് പുസ്തകമില്ലെങ്കിൽ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ്, അമ്മ എത്രയും പെട്ടെന്ന് എനിക്ക് 1000 രൂപയെങ്കിലും എനിക്ക് അയച്ചു തരണമെന്ന്. അതിനും അമ്മ പറഞ്ഞു, നീ ബൈബിൾ വായിക്കുന്നില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി, നീ ബൈബിൾ വായിക്കാതെ നിൻ്റെ ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു അമ്മയുടെ മറുപടി. ഇതുകൂടെ കേട്ട് അവസാനം അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ, എന്നാൽ പിന്നെ ഈ ബൈബിൾ വായിച്ചിട്ട് തന്നെ ഇനി അതിൻ്റെ കുറ്റം വേണ്ടെന്ന് തന്നെ ഇവനെ ബൈബിൾ തുറന്നു നോക്കിയപ്പോഴാണ് ബൈബിളിൻ്റെ ഓരോ ഉള്ളിൽ ഓരോ പേജുകൾക്കിടയിലും
100-ൻ്റെ നോട്ടുകൾ വെച്ചിരുന്നു. അപ്പോഴാണ് അവൻ മനസ്സിലാക്കി, ഈ പൈസയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നിട്ടാണല്ലോ ഞാൻ പട്ടിണി കിടന്നത്, ഞാൻ ബസ്സിന് പൈസ കൊടുക്കാനില്ലാതെ ആയത്, എനിക്ക് പുസ്തകം വാങ്ങാൻ പറ്റാതെ ഞാൻ ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചത് ഇതിൻ്റെ അകത്ത് ഈ പണമെല്ലാം ഉണ്ടായിരുന്നപ്പോഴാണല്ലോ എന്ന് അവന് അപ്പോഴാണ് ചിന്ത വന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞത് വളരെ ഒരു കുട്ടിക്കഥ പോലെയാണെങ്കിലും ബൈബിളിൻ്റെ ഉള്ളിലുള്ള നിധി എന്താണെന്നുള്ളത്, അതിലെ സമ്പാദ്യം എന്താണെന്നുള്ളത് അറിയാതെയാണ് പലരും ഈ ബൈബിൾ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയും അതിൻ്റെ അകത്തേക്ക് വായിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ അവിടെ ഇങ്ങനെ കൊണ്ടുപോകും, ഒരലങ്കാരം പോലെ വെച്ചേക്കുന്ന അല്ലാതെ ഈ ബൈബിളിൽ എന്തുണ്ട്, അതിലെ അമൂല്യമായ ജീവിത സത്യങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിന് എന്നും ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ അതിലെ അമൂല്യമായ നിധിയെ കണ്ടെത്താൻ കഴിയാതെ ഈ ബൈബിളിൻ്റെ ഈ ബൈബിളിനകത്തിരുന്ന പണം തുറന്നെടുക്കാതെ അവൻ പട്ടിണി കിടന്നത് പോലെയാണ് നമ്മുടെ യഥാർത്ഥമായ സമ്പത്ത്, നമ്മുടെ മനസ്സിനെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് ഒരുപാട് നന്മ നൽകുന്ന അമൂല്യമായ നിധികളുള്ള ഈ ബൈബിളിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വായിക്കാനോ ചിന്തിക്കാനോ ഒന്നും തയ്യാറാകാതിരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിർഭാഗ്യകരമായ ജീവിതമാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സമീപകാലത്ത് ബൈബിളിൽ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് സർവീസിൽ നിന്ന് ഞാൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് സെക്രട്ടറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അതിനുശേഷമാണ് പ്രധാനമായിട്ട് ശരിക്കും കോവിഡ് കാലത്താണ് ഈ ബൈബിൾ വായിക്കാനായിട്ട് കൂടുതലായിട്ട് വളരെ ആഴത്തിൽ വായിക്കാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ സമയത്താണ് ഞാൻ ശരിക്കും ബൈബിളിനെ ആഴത്തിൽ പഠിക്കുകയും ബൈബിളിൽ നിന്ന് മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും ഒക്കെ എഴുതാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ശരിക്കും ദാവീദിൻ്റെ ജീവിതകഥയും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളും ഒക്കെ വളരെ വളരെ ആഴത്തിൽ എന്നെ സ്പർശിച്ചതും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ബൈബിളിലേക്ക് ഇങ്ങനെ വായിക്കുമ്പോഴാണ്. സങ്കീർത്തനങ്ങളെപ്പറ്റി വളരെ 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 മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഉള്ള ഒരു ജീവിതത്തിൻ്റെ പ്രതിഫലനം എന്ന് തന്നെ പറയാവുന്നതാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളെക്കാൾ മഹത്തരമായിട്ട് ഒരു പ്രാർത്ഥന ഇല്ലെന്ന് വേണം പറയാം. അത്ര മനോഹരമാണ്. ഒടിയനായ പുത്രൻ്റെ കഥയായാലും അതുപോലെ എത്രയോ കഥകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ മായാത്ത നിൽക്കുന്ന കഥകളാണ്. അതൊന്നും ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം കഥകളായിട്ടല്ല, ലോകത്തിൻ്റെ മുഴുവനും കഥകളായിട്ടാണ് യേശു പറഞ്ഞ കഥകളെല്ലാം തന്നെ ഇന്നും നിലനിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ മാർഗം നന്മയുടെ മാർഗമാണ്. അത് മനുഷ്യർക്ക് നൽകുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹജീവികളോടുള്ള മനസ്സലിവിൻ്റെയും ഒക്കെ കഥയാണ് ക്രിസ്തു പറഞ്ഞ എല്ലാ കഥകളും. ഈ കഥകളെല്ലാം നിഴലും പൊരുളും പോലെ നമ്മുടെ ജീവിതത്തിന് ശരിയായ മാർഗദർശനം നൽകുന്നവയാണ്. ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും നിഴലും പൊരുളും പോലെയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും അതിൻ്റെ ഒരു നിഴൽ പോലെയാണ് പഴയ നിയമത്തെ കാണാൻ പറ്റുന്നത്. പഴയ നിയമവും പുതിയ നിയമവും വേർതിരിക്കുമ്പോഴും അവയിലെല്ലാം തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രമാണ്. ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വില എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് യേശുവാണ്. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കരുണയുടെയും വലിയ സന്ദേശമാണ് യേശു നൽകുന്നത്. യേശുവിൻ്റെ ജീവിതം നമ്മളെ കരുണയുള്ളവരും സ്നേഹമുള്ളവരും ഹൃദയമുള്ളവരും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരുമായി ജീവിക്കാൻ പ്രേരണ നൽകുന്നതുമാണ്. എല്ലാവർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.